ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി അച്ചാറാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഈ അച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് വാങ്ങിക്കുന്ന നാരങ്ങ അല്ല. സാധാരണ നമ്മളെല്ലാവരും അച്ചാറിടുന്നത് നമുക്ക് നാരങ്ങ എല്ലാ വീടുകളിലൊന്നും ഇല്ല, കിട്ടാത്ത ഒരു സാധനമാണ് ഈ ചെറുനാരങ്ങ എന്ന് പറയുന്ന സാധനം. എല്ലാ പറമ്പിലും ചെറുനാരങ്ങ ഉണ്ടാവില്ല. ഈ നാരകത്തിന്റെ കഥ എന്താന്ന് വെച്ചാൽ നമുക്കൊരു കടയുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐസ്ക്രീം പാർലർ റെസ്റ്റോറന്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ അവിടെ നാരങ്ങ വെള്ളം വിൽക്കൂല നമ്മൾ അതിൻ്റെ അകത്ത് അല്ലേ. അപ്പൊ ഈ നാരങ്ങ വെള്ളം പിഴിയുന്നതിന്റെ അടുത്തായിട്ട് നമ്മളൊരു ചട്ടിക്കകത്ത് ഒരു ചെടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ വെള്ളം പിഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ തൊണ്ടൊക്കെ കുരുവൊക്കെ വരുമ്പോൾ ആ ചട്ടിക്കകത്ത് വെറുതെ ചുമ്മാ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ചിലപ്പോൾ അതിലേക്ക് ഒഴിക്കും. അപ്പൊ അങ്ങനെ ആ ചട്ടിക്കകത്ത് കുറേ നാരകത്തിന്റെ തൈകളുണ്ടായി. ഒത്തിരി തൈകൾ ആ ചട്ടിക്കകത്ത് കിളുത്ത് വന്നു ചെടിയുടെ ഒപ്പം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ചട്ടിക്കകത്തുനിന്ന് കുറച്ച് നാരകത്തിന്റെ തൈ എടുത്ത് നട്ടു. ഒന്ന് രണ്ട് തൈ നന്നായിട്ട് വന്ന് എടുത്ത് നട്ട് അങ്ങനെ ഉണ്ടാക്കിയ നാരകത്തിന്റെ തൈയാണത് അല്ലേ. ആ നാരകം ഇപ്പൊ കായ ഉണ്ടായി, 2 കൊല്ലം കൊണ്ട് കായ ഉണ്ടാവുന്നുണ്ട്. ഈ വർഷം അത് കുറേ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിലെ കുറച്ച് കായ് പിന്നെ നാളെ വന്നപ്പോ പറിച്ചോണ്ട് വന്നു. അപ്പൊ പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നാരകം അന്ന് നമ്മൾ നട്ടതാണെങ്കിലും നമ്മൾ ആ നാരകം നമുക്ക് സ്ഥലം അന്ന് അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട്, അപ്പൊ നാരകം നടണ്ടെന്നുള്ളത് കൊണ്ട് അല്ലേ നമ്മളത് നമ്മളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു ആ നാരകത്തിന്റെ തയ്യെ. ആ നാരകം വലുതായിരുന്നു, ഒത്തിരി വലുതായി, വലിയ കൂടിൻ്റെ അകത്തിരുന്ന് വലുതായി. അപ്പൊ അവിടെ അവരുടെ പറമ്പിലാണ് നാരകം നിൽക്കുന്നത്. ഉടമസ്ഥര് ഞങ്ങളാണെങ്കിൽ വേറെ ആളുടെ പറമ്പിലാണ് നട്ടേക്കുന്നത്. അപ്പൊ അന്ന് അതിൽ നിന്ന് പറിച്ച നാരങ്ങയാണ് നമ്മൾ അച്ചാറിടുന്നത് അല്ലേ. അപ്പൊ അച്ചാറിന് വേണ്ടിയിട്ട് അമ്മത് ഒരു ഉരുളിയൊക്കെ കൊച്ചുരുളിയൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണോ ഒഴിക്കുന്നത്? നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യമാണ് പറയാം. ഞങ്ങളെ ഇങ്ങനെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. അമ്മ ഇങ്ങനെ നാരങ്ങ അച്ചാർ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അച്ചാറുകൾ ഒത്തിരി അച്ചാറുകൾ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കാവുന്ന ഒരു അച്ചാറ് നമുക്ക് ഓൺലൈനിൽ ആളുകൾക്ക് അയച്ചു കൊടുത്താലോ എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു വരുമാനമാകും അല്ലെ. നമുക്ക് അങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടും. അപ്പൊ നമ്മളിപ്പോ നാരങ്ങ അച്ചാറോ ക്യാരറ്റ് അച്ചാറ് നാരങ്ങ അച്ചാറ് മാങ്ങ അച്ചാറ് അത്രയൊക്കെ ഉള്ളൂ അല്ലേ. പല ടൈപ്പ് അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ. കൊറിയർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അച്ചാർ വേണമെങ്കിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടണം അല്ലെ. അപ്പൊ നമുക്ക് നേരെ അച്ചാറിന്റെ കാര്യത്തിലേക്ക് പോകാം. അങ്ങനെ നോക്കിക്കേ അമ്മതേ അച്ചാറിന് വേണ്ടിയിട്ട് നാരങ്ങ ഇതെങ്ങനെയാണ് ആവി കയറ്റിയത് അല്ലേ മേ? ഉപ്പിട്ട് ആവി കയറ്റി ഇഡലി പാത്രത്തിന്റെ തട്ടേ വെക്കും നാരങ്ങ. എന്നിട്ട് കുറച്ച് ഉപ്പൂടെ അതിന്റെ കൂടിടും. നാരങ്ങ വെള്ളത്തിലല്ല, നാരങ്ങയുടെ പുറത്ത് വിതറും. എന്നിട്ട് ആവി വരുമ്പോ ചില നാരങ്ങ പൊട്ടി വരും. പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ആക്കണം. അപ്പൊ അങ്ങനെ ആറിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. 4 വേണേ കട്ട് ചെയ്യാം, 2 വേണേ കട്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ആവി കയറ്റിയ നാരങ്ങയാണ് ഇത്. അതിനൊപ്പം തന്നെ കുറച്ച് ഡേറ്റ്സും കൂടി ഉണ്ട്, ഈന്തപ്പഴം അല്ലേ മേ? ഈന്തപ്പഴം ആവി കയറ്റിയപ്പോ അതും വെച്ചാർന്നോ? ഇല്ല, അത് വെച്ചിട്ടില്ല. അത് വെറുതെ ഇതിന്റെ അകത്തേക്ക് കട്ട് ചെയ്തിട്ടേക്കുവാണ് അല്ലെ. അപ്പൊ ഈ നാരങ്ങ അതിൽ ഉപ്പിട്ടതാണ് ഈ നാരങ്ങ, വിനാഗിരി ഒഴിച്ചതാണ് ഇത്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളുടെ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇഞ്ചി ഇല്ല, കറിവേപ്പില ഇല്ല അല്ലെ. വേറെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അല്ലെ. ഈ രീതി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്. ഒരു അരയരുത്, എല്ലാം ഒന്ന് പൊട്ടിക്കണം. ഇപ്പൊ അരകല്ലില്ലാത്തവർ ഇടികല്ലിലായാലും കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇടിക്കണം. ഇടിക്കുമ്പോ ഈ വെളുത്തുള്ളിയുടെ രുചി എല്ലാത്തിനും നന്നായിട്ട് നമുക്ക് ചേരും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് വെളുത്തുള്ളി അങ്ങ് ഇടുവാണ്. വെളുത്തുള്ളി വേറെ ഒന്നും ഇതിനിപ്പോ ചേർക്കുന്നില്ല. ഒന്ന് ചുമക്കട്ട വെളുത്തുള്ളി. നമ്മുടെ വെളുത്തുള്ളി ഈ ഭാഗത്തിന് നമുക്ക് ചുമന്ന് വരണം. അല്ലെങ്കിൽ നമുക്കൊരു പച്ചപ്പ് ഒരു ഞോളപ്പം വെളുത്തുള്ളിക്കുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും മൂത്താൽ മതി. അപ്പൊ ഇനി നമ്മൾ അടുത്ത മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. ഈ കുറച്ചിട്ടേക്കുവാണ്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിയമുളക് പൊടിച്ചാണ്. ഇതിന് കണക്കൊന്നുമില്ല. ഈ മുളക് പൊടിക്ക് നമ്മുടെ ആവശ്യം അവനവന്റെ എരിവും അവന്റെ കൊഴുപ്പും അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം. അപ്പൊ ഞാൻ 2-3 സ്പൂൺ മുളക് പൊടി ഇട്ടു. നാരങ്ങ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിത് ഈ ഒരു തവിക്കാണ് 2.5 പാത്രം. അപ്പൊ നമുക്ക് പതുക്കെ ആ മുളക് പൊടിയുടെ പച്ചപ്പതും നമുക്കൊന്ന് മാറ്റി ഒന്ന് എടുക്കാം. ചുവപ്പ് ഒരു കളർ ഒന്ന് മാറി കിട്ടുമ്പോ നമുക്കത് തീയൊക്കെ നിർത്താം. അപ്പൊ ആ കളർ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അപ്പൊ അടുത്ത് നമ്മൾ നാരങ്ങ അതിലോട്ട് ഇടാൻ പോവാണ്. തീ കുറച്ചിട്ടേക്കുക.
തീ ഇല്ലെന്ന് വളരെ പറഞ്ഞാൽ സിമ്പിൾ ആണല്ലോ ഇപ്പൊ. ആ. അല്ലേ, ഇതാണ് നമ്മുടെ നാരങ്ങ ഈന്തപ്പഴം അല്ലേ. അപ്പൊ നമ്മൾ ഈ നാരങ്ങ അതിലോട്ട് ഇടുവാണ്. അതിന്റെ വെള്ളം അതിലേക്ക് വീണം അല്ലേ. വെള്ളം വേണം. കുറച്ച് ഉലുവാപ്പൊടി, അത് നമ്മുടെ പാകത്തിനിടാം. ഉലുവാപ്പൊടി നമ്മുടെ അച്ചാർ പൊടി ഒന്നും അല്ല ഇടുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പൊടികളിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അത്ര ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ ഒന്ന് മെസ്സേജ് ചെയ്താൽ നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും അച്ചാർ അല്ലേ. അപ്പൊ നമ്മൾ അടുത്തതിന് കായപ്പൊടിയാണ് ഇടുന്നത്. ഈ അച്ചാറിനൊക്കെ നല്ലപോലെ കായങ്ങളൊക്കെ വരും. നമ്മൾ വാങ്ങിക്കുന്ന അച്ചാർ പൊടി ആകുമ്പോൾ ഉപ്പൊക്കെ കൂടുതൽ. ഇപ്പൊ ഉപ്പ് ചേർത്താണ് അച്ചാർ പൊടി വരുന്നത്. അപ്പൊ നമ്മുടെ പാകത്തിന് നമുക്ക് ചേർക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പൊ നമുക്ക് ഇനി കായപ്പൊടി ഇടാം. അത് നമ്മളെ കുറച്ചങ്ങ് കുടഞ്ഞിടുവാണ്. അവനവന്റെ കായത്തിന് ടേസ്റ്റ് അനുസരിച്ച് കായം വേണം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാൻ ഇതിനകത്ത് ഇട്ടിട്ട് തീയൊക്കെ നമ്മൾ സിമ്മിലായിട്ടേക്ക്. നമ്മുടെ ഈ ഉരുളി ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒത്തിരി തിളച്ച് വേവരുത്. നാരങ്ങ വേവരുത്, നമ്മൾ വാട്ടിയതില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നാരങ്ങ അടുപ്പ വെച്ച് വേവിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ നമുക്ക് വെള്ളം വേണം. വെള്ളം വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം, നമ്മുടെ ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കാം. കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ഇളക്കിയിട്ട് പിന്നെയും വെള്ളം വേണമെങ്കിൽ വീണ്ടും നമ്മൾ ശകലം വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ ഒറ്റയടിക്ക് കുറെ വെള്ളം അങ്ങ് മുക്കി ഒഴിച്ച് ചിലപ്പോൾ അങ്ങ് വെള്ളമായി പോകും കേട്ടോ. അപ്പൊ ഈ നാരങ്ങ അച്ചാറുണ്ടല്ലോ വർഷങ്ങളോളം ഇരിക്കും കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അപ്പൊ ഭയങ്കര രുചിയാണ്. ഈ കുപ്പി തുറക്കുമ്പോ തന്നെ നമുക്കറിയണം. ഇവിടെ ഇപ്പൊ ഒരു 5-8 മാസമായ നാരങ്ങാച്ചാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിത് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. ചേർക്കാൻ ഞാൻ വെച്ചാൽ നമ്മൾ ഇന്നലെ ഉപ്പിട്ട് ഞാൻ ഇത് വെച്ചിരുന്നതാണ്. അപ്പൊ വല്ല പുഴുങ്ങല കീറിയിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ പണ്ടത്തെ ഒരു നാരങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പൊ ഈ നാരങ്ങ അച്ചാർ ഇപ്പൊ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയ അച്ചാർ അല്ല ഇത്. ഇത് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാർ. ഇതിപ്പോ നമ്മൾ വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിന്നിലേക്ക് ആക്കി നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മൊത്തത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന വേറെയാണ്. അപ്പൊ നമുക്കിത് ഉപ്പൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സ്വല്പം ഉപ്പ് കൂടെ വേണം. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വേദറി കൊടുക്കാൻ ഇച്ചിരി ഉപ്പെടുത്ത്. അത് കൈ കൊണ്ട് തന്നെ വേദന. സ്പൂണിനകത്തിട്ട് കഴിഞ്ഞാല് അത് ഉണ്ടയായിട്ടിരിക്കും. അപ്പൊ നമ്മൾ കൈ കൊണ്ട് ശകലം ഉപ്പെടുത്താണ് ഇങ്ങനെ. നിങ്ങൾ ഓർക്കത് കൈ കൊണ്ടിട്ട് എന്തിനാ, അതല്ല നമ്മൾ എങ്ങനെ ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അത് മതി. അപ്പൊ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയി. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ഇന്നലെ നമ്മളിത് ഉപ്പിട്ടൊക്കെ വെച്ചപ്പോൾ 1 സ്പൂണ് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ശർക്കര വേണമെങ്കിൽ ശർക്കര ഇടാം. ഞാൻ ഇതിനകത്ത് പഞ്ചസാരയാണ് ചേർക്കാറുള്ളത്. 1 സ്പൂണേ ഇടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടൊരു പ്രത്യേക രുചി ഈ അച്ചാറിന് വരാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അതൊക്കെ ഇട്ട് അച്ചാർ നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ അത് നല്ല കണ്ടോ, ഈ അച്ചാർ 1 വർഷത്തിൽ കൂടുതൽ ഇരിക്കും. ഞാൻ അങ്ങനെ അച്ചാറിട്ട് ഇവിടെ വെക്കാറുണ്ട്. ഞാൻ പിന്നെ ഇതുവരെ വിറ്റിട്ടൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇവനോട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടില്ല. എല്ലാം ചുമ്മാ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി ഇങ്ങനെ തന്നിട്ട് എന്നാ കാര്യം, ചേച്ചിക്ക് കാശ് വേണ്ടി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഇപ്പൊ കാശൊന്നും തരണ്ടെന്ന് പറഞ്ഞു. ഈ ചേച്ചിയുടെ അച്ചാർ കുട്ടിയോടെ ഞങ്ങൾ കഴുകി കുടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ പാക്ക് ചെയ്യത്തില്ല. ഇത് നമ്മുടെ വീണ്ടും ആ ചരുവത്തിനകത്ത് ഇട്ട് നമ്മൾ വെച്ചിരുന്ന ചരുവത്തിലോട്ട് തന്നെയാണ് ഇത് കോരി വെക്കുന്നത്. വെക്കത്തില്ല. ഈ ചരുവത്തിലോട്ട് തന്നെ ഇത് കോരി ഇങ്ങനെ നമ്മൾ വെക്കുവാണ്. നല്ല പോലെ ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് പാത്രത്തിൽ വേറെ പാത്രത്തിൽ ഇട്ട് വെക്കുകയുള്ളൂ. ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യമുണ്ട്, നല്ലെണ്ണയൊക്കെയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ നാരങ്ങ പൂത്തു പോകില്ല. വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ അച്ചാർ കുറെ നാൾ ഇരിക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു കാരച്ചോ വരും. അപ്പൊ എന്റെ ഇന്നത്തെ ഈ നാരങ്ങ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ഇതിന്റെ കുടയ്ക്കാതെന്ന് പറഞ്ഞിട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.